ഇഷ്ടാവണേ 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 ഇഷ്ടാവണേ. ചെക്കനെ എനിക്ക് ഇഷ്ടാവണം 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 ഇഷ്ടാവണേ. ഭഗവാനെ, ചെറുക്കനെ എനിക്ക് ഇഷ്ടാവണം. എന്റെ അച്ഛനോട് പറഞ്ഞ് ഞാൻ പാലാഭിഷേകം ചെയ്യാം. 100 തവണ ഏത്തോടാം. ചെറുക്കൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാവണം. എനിക്കിഷ്ടായ മാത്രം മതി. എന്നോടാ ചോദിച്ചേ ഞാൻ തനിക്ക് ഓക്കെ ആണോ എന്ന്. പക്ഷേ എനിക്ക് തന്നെ ഇഷ്ടമായില്ല, സത്യമായിട്ട് ഇഷ്ടമായില്ല. അല്ല, ഇതെന്താ ഈ മുടി ഇങ്ങനെ അഴിച്ചിട്ടിരിക്കുന്നത്? മുടി രണ്ടായിട്ട് പിന്നിയിട്ട് പൂവൊക്കെ വെക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും. കാതില് ചെറിയ കമ്മല്, ബാഡ്, വെരി ബാഡ്. ഇത് മാറ്റിയിട്ട് അതിടായിരുന്നല്ലോ. അതിനെന്താ പറയാ, കുറച്ച് വലുതായിട്ടുള്ളത്, ജിമിക്കി. അതിട്ടോണ്ട് നീ നടന്നു വന്നാൽ എന്ത് ഭംഗിയായിരിക്കും. ഈ മൂക്ക് പതുങ്ങി ഭംഗിയില്ലാത്തൊന്നുമല്ല, നല്ല ഷേപ്പില് സൂപ്പർ ആയിട്ടുണ്ട്. അതിലൊരു ചെറിയ മൂക്കുത്തി ഇടുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും. അതുപോലെ തന്നെ കവിളിന് താഴെ ഒരു ചെറിയ പൊട്ട് വെക്കുകയാണെങ്കിൽ എക്സലന്റ് ആയിരിക്കും. ഒരു മിനിറ്റ് നിക്കേ. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരുന്നു. ഇനി എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാം. നീ ചിരിക്കുമ്പോ ചുവന്ന് തുടുക്കുന്നതിന്റെ കവിളും, നാണം വരുമ്പോ നിന്റെ ഈ കണ്ണും, നിശബ്ദമായിരിക്കുമ്പോ നിന്റെ ഈ ചുണ്ടുകളും, ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഇന്ദ്രലോകത്തുനിന്ന് ദേവത ഇറങ്ങി വന്നത് പോലെയുണ്ട്. നീ ഇതുവരെ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഞാനും പ്രേമിച്ചിട്ടില്ല. ആക്ച്വലാ എനിക്ക് പ്രേമിച്ച് കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ നിന്നെ ഓക്കെ പറഞ്ഞു. നീ കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കല്യാണം നടക്കുന്നവരെ നമുക്ക് പ്രേമിച്ചാലോ? നന്ദിനി, ഹായ് അങ്കിൾ, സുഖമാണോ? അങ്കിളിനെ കണ്ടിട്ട് BP, ഷുഗർ ഇതൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലോ. പക്ഷെ നിങ്ങള് എന്നെ മറന്നുപോയോ? ഓ, ആ ഫോട്ടോ കണ്ട പോലെ അല്ലാത്തോണ്ടായിരിക്കും. നിങ്ങളാണോ? 2 ദിവസമാവെന്ന് പറഞ്ഞു, അതിനു മുമ്പ് വന്നല്ലോ. ഏതായാലും നന്നായി. വരും മോളെ, കൊടുക്ക, കുടിച്ചോളൂ. അല്ല, ഇതെന്താ മധുരമില്ലാത്ത? ഉണ്ട് മോനെ, എന്റെ ചായയില്ലല്ലോ. രണ്ടിലും ഞാൻ മധുരം ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്താ കള്ളം പറയാണോ? ഇതാ കുടിച്ചു നോക്ക. ഉണ്ടല്ലോ. ഉണ്ടോ? ഇങ്ങോട്ട് വന്ന ഞാൻ നോക്കട്ടെ. ഉണ്ടല്ലേ? അപ്പൊ ഇല്ലായിരുന്നു അങ്കിൾ. അങ്കിൾ, ചായ നന്നായിട്ടുണ്ട്, അങ്കിളുടെ മോള് നന്നായിട്ടുണ്ട്. ഇനി ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. കാർഗിൽ യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും എന്റെ കൈയും കാലും കണ്ണും ഒക്കെ ഒരു കുഴപ്പമില്ലല്ലോ. ഇപ്പൊ അതല്ല ഞാൻ ചോദിച്ചോ മോനെ. അങ്കിൾ ചോദിക്കാത്തത് കോമൺ, ഞാൻ പറഞ്ഞത് വെറൈറ്റി. ഞങ്ങള് പെണ്ണ് കാണാൻ വരുമ്പോ പെണ്ണിന് ഡാൻസ് അറിയാമോ, പാചകം അറിയാമോ, കൈക്ക് കുഴപ്പമുണ്ടോ, കാലിന് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഈ ആണുങ്ങളോട് മാത്രം ആരൊന്നും ചോദിക്കില്ല. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടാകുമല്ലോ. എന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ അങ്കിളിന് മോളിന് ഇഷ്ടപ്പെട്ടാൽ എന്റെ അച്ഛനോട് വടക്കിട്ടായാലും മോളെ ഞാൻ കല്യാണം കഴിക്കും. എന്ത് പറയുന്നു? അതൊക്കെ ഓക്കെ മോനെ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ അങ്കിൾ? ആയിക്കോട്ടെ. ശരി ആന്റി, ബൈ. എന്നെ കാണാൻ ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ മൂക്കുത്തി ഭംഗിയുണ്ടോ? ബ്യൂട്ടിഫുൾ. ഈ ജിമിക്കി എക്സലന്റ്. ഈ പൊട്ടോ?
എക്സ്ട്രാ ഓർഡിനറി. എല്ലാം ഓക്കെ, പക്ഷെ ഒരേ ഒരു പ്രാവശ്യം ഐ ലവ് യു എന്ന് പറയാറുന്നല്ലോ. പ്ലീസ്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. നമ്മളിപ്പോ കണ്ടിട്ട് ഒരാഴ്ചയാകുന്നു. ഒരു ദിവസം പോലും ഇല്ലാതെ എല്ലാ ദിവസവും നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു ദിവസം ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് എന്തൊക്കെ അറിയാം, എന്തൊക്കെ അറിയില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ നന്നായിട്ട് പാചകം ചെയ്യും, തുണി നന്നായിട്ട് അലക്കും, നന്നായിട്ട് കോലോടും. വീട് നടത്താൻ ഇതൊക്കെ മാത്രം അറിഞ്ഞാൽ മതിയോ? അതുപോട്ടെ, നിനക്ക് ക്യാരംസ് കളിക്കാൻ അറിയോ? അക്ക് കളിക്കാൻ അറിയാം. അക്ക് കളിക്കാൻ അറിയാവുന്നോ? നിനക്ക് കാർഡ്സ് കളിക്കാൻ അറിയാമോ? പ്ലേയിങ് കാർഡ്സ്, അതായത് റമ്മിയില്ലേ ഇത് ഇങ്ങനെ കളിക്കുന്നത്? അയ്യോ, അത് തെറ്റാണ്. അതുപോട്ടെ, അറ്റ്ലീസ്റ്റ് നിനക്ക് കൈറ്റ് പറപ്പിക്കാൻ അറിയാമോ? ഗോലി, കുട്ടിയും ഗോലിയും കളിക്കാൻ അറിയോ? പമ്പര കിടക്കാനോ? അറിയില്ല. സൂര്യകുമാർ, എല്ലാം പോയടാ, നീ ചതിക്കപ്പെട്ടിരിക്കുന്നു. അയ്യോ, ഞാൻ പഠിച്ചോളാം. എന്തോന്ന്? നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാം പഠിക്കാം. പെട്ടെന്ന് പെട്ടെന്ന് പിടിക്ക്. ഒരു വ്യക്തി പമ്പരം കറക്കാൻ പഠിച്ചു. നന്ദിനി, ഇനിയെങ്കിലും നീ ഐ ലവ് യു എന്ന് പറ പ്ലീസ്. പ്ലീസ് നന്ദിനി, പറയില്ലേ? ഓക്കെ, ഞാൻ തന്നെ പറയാം. നന്ദിനി, ഐ ലവ് യു. ഈ നാണമില്ലേ, അതിനൊരു ഐ ലവ് യു. ഈ സുന്ദരമായ ചിരിയുണ്ടല്ലോ, അതിനൊരു ഐ ലവ് യു. നന്ദിനി സൂക്ഷിച്ചേ, ഈ ഓട്ടമില്ലേ, അതിനൊരു ഐ ലവ് യു. അത് മാത്രമല്ല, വരാൻ പോകുന്ന 7 ജന്മത്തിലെയും ഐ ലവ് യു ഞാൻ ഇപ്പോഴേ പറയുന്നു. അതെ, ഞാൻ നിന്നെ മാത്രമേ സ്നേഹിക്കൂ. അടുത്ത ആഴ്ച നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവമാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടില് സദ്യ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മറക്കാതെ വീട്ടിൽ വന്ന് സമ്മതിക്കണം. നമ്മുടെ വീട്ടിലെ വിശേഷത്തിന് വരാതിരിക്കൂ. അയ്യോ, അതൊന്നും വേണ്ടായിരുന്നു. ഇപ്പൊ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ. പോയി കോഫിയെങ്കിലും എടുത്തോണ്ട് വന്ന് കൊടുക്ക്. അയ്യോ വേണ്ട, ഒന്നും വേണ്ട. ഈ വരുന്ന വഴിക്ക് ബന്ധുക്കളുടെ വീട്ടിലൊക്കെ കയറി കോഫി കുടിച്ച് വയറ് ഫുള്ളായിരിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും വരണം. നിങ്ങൾ വരുന്ന കാര്യം ഞങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കും. എങ്കിൽ ഞാൻ വരട്ടെ. പിന്നെ മരുമോനെ കൂട്ടിക്കൊണ്ട് വരാൻ മറക്കരുത്. തീർച്ചയായിട്ടും കൊണ്ടുവരണം കേട്ടോ. അവനും തീർച്ചയായിട്ടും വരും. മഴ വരുന്ന പോലെ ഉണ്ട്, നിങ്ങൾ സൂക്ഷിച്ചു പോവും. എങ്കിൽ ശരി, ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വരൂ. അതെ, പിന്നെ ശനിയാഴ്ച ഞാറ് നടന്ന പണിയൊക്കെ തീരില്ലേ? തീർന്നില്ലെങ്കിൽ എന്താ ഇപ്പോ? അല്ല, ഞായറാഴ്ച ബന്ധു വീട്ടില് വിരുന്നിന് പോകാന്ന് വിചാരിച്ചാ. ഇയാളെ വീട്ടിലേക്കോ? ഇയാൾ എന്തോന്ന് ബന്ധു? നീ കുറച്ചു നേരം വായടച്ചു വെക്ക്. നീ എത്ര സ്നേഹത്തോടെ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് പറയുമ്പോ അയാൾ കഴിക്കാതെ പോകുന്നു. ഒരു കോഫി കുടിക്കാൻ പറഞ്ഞപ്പോ അതും വേണ്ടെന്ന് പറയുന്നു. നമ്മളെ അയാളുടെ വീട്ടില് പെണ്ണെ കണ്ടിട്ടുള്ളൂ, ഇനിയും വിവാഹം നടന്നിട്ടില്ല. മനസ്സിലായോ മോനെ? മോനെ, നീ ഇവിടെ ഉണ്ടായിരുന്നു. ഉത്സവത്തിന് പോകുന്നു, ക്ഷേത്രത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് എങ്ങാനും പോയെന്ന് അറിഞ്ഞാ നിന്നെ ഞാൻ കൊന്നളയും. അമ്മേ, അച്ഛനിപ്പോ BP ഉണ്ടോ? എനിക്ക് എന്താ മോനെ അറിയാം. പാവം പെണ്ണു വീട്ടുകാര് ഇവിടം വരെ വന്ന് ക്ഷണിച്ചതാ നമ്മളെ. നമ്മള് പോയില്ലെങ്കിൽ അത് ശരിയാവോ? അമ്മേ, അമ്മയെങ്കിലും അച്ഛനോട്. ഞാനോ? അയ്യോ, എന്നെ കൊണ്ട് പറ്റില്ല. അദ്ദേഹം എന്നെ കൊന്നുകളയും. നല്ലൊരു ചാൻസ് മിസ്സാവൂ. അയ്യോ, നമസ്കാരം. എന്താന്നേ ഇത്? എല്ലാരും വന്നു, മരുമാന്റെ അവിടുന്ന് മാത്രം ആരും വന്നില്ല. ഞാനും നേരിട്ട് ചെന്ന് എല്ലാരും വരണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചതല്ലേ. എന്താടി, നീ ആരെ തിരയുന്നുണ്ടല്ലോ? അങ്ങനെയൊന്നുമില്ല. അതാ മരുമോന്റെ അച്ഛൻ വന്നല്ലോ. നമസ്കാരം. എന്തേ നിങ്ങള് തനിച്ച്? ഞാന് അവളെ വിളിച്ചു. അവൾക്ക് എന്തോ ജോലിയുണ്ട് അത്രേ. എനിക്കും ജോലികളൊക്കെ ഉണ്ടായിരുന്നു. ആരും വരാതിരിക്കുന്നതല്ല, അതുകൊണ്ടാ ഞാൻ വന്നത്. നിങ്ങൾ വന്നില്ലേ? ഞങ്ങൾ അകത്തേക്ക് പോവാം. ശരിയടി. പാചകമെല്ലാം കഴിഞ്ഞില്ലേ? എന്നാ എല്ലാം വേഗം തീർക്ക്. ചെല്ല് നിക്കല്ലേ. നോക്കി, മരുമോന്റെ അമ്മ വന്നിരിക്കുന്നു. ഓഹോ, നമസ്കാരം. 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 ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. പുള്ളിക്കാരനും എന്റെ മോനും കൂടി ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി യാത്ര പോയിരിക്കുക.
അതുകൊണ്ടാ ഞാൻ മാത്രം വന്നത്. ആരും കാണാനില്ലാന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. വന്നല്ലോ, അത് മതി. ഉള്ളിലേക്ക് വരൂ. വരൂ വരൂ. പാചകക്കാരൊക്കെ കളിപ്പിക്കും. നീ കുറച്ച് നേരത്തെ കടിച്ചല്ലേ കേട്ടോ. അച്ഛാ, അദ്ദേഹത്തെ നമസ്കാരം അങ്കിൾ. നമസ്കാരം മോനെ. ഞാൻ മാത്രമേ വന്നുള്ളൂ. അത് പിന്നെ അച്ഛനും അമ്മയും അറിയാം. അറിയാവുന്നു. അതായത് അച്ഛനും അമ്മയും പുറത്തു പോയിരിക്കുക. അത് പറയാനുള്ള വിഷമത്തോടെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്, അതല്ലേ? യു ആർ റൈറ്റ്. അക്കാര്യം എങ്ങനെ നിങ്ങൾ അറിഞ്ഞു? ഇത് എല്ലാവർക്കും അറിയാം അല്ലേ അച്ഛാ? ഏതായാലും മരുമാനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വാ പോകാം. മോനെ, വാ. സുഖാണോ? സുഖമായിട്ടിരിക്കുന്നേ. നന്ദിനി, മോനെ ഉള്ളിലോട്ട് കൂട്ടിട്ട് പോ. ശരി അമ്മ. ദേ നോക്കിയേ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്ത് പറ്റി? എന്തോന്നാ ഇത്? ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ എന്നും പറഞ്ഞു മരുമാന്റെ വീട്ടിൽ നിന്ന് ഓരോരുത്തരും ഒറ്റയ്ക്ക് വന്നിരിക്കുന്നു. അവര് തമ്മിൽ അറിയാതെ വന്നിരിക്കുന്നത്. അവര് പോകുന്ന വരെ ആരും തമ്മിൽ കാണാതെ നമ്മൾ വേണം നോക്കാൻ എന്ന് പറയുന്നു. ഓക്കെ.